Hi, welcome to day 14 of Break the Loop 30 Day Challenge Series. ഇന്ന് നമ്മൾ രണ്ടാമത്തെ ആഴ്ച കംപ്ലീറ്റ് ചെയ്യുകയാണ്. അപ്പൊ ഇന്ന് അതിന്റെ ഒരു സെലിബ്രേഷൻ എന്നുള്ള നിലയിൽ തന്നെ നമുക്കിപ്പോ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇമോഷണൽ ഡീടോക്സ് ആണ് നമ്മൾ ചെയ്തത്, അല്ലെ? ഇമോഷണൽ ഡീടോക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇമോഷൻസിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നോക്കിയിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വന്നതും ചെയ്യണമെന്ന് വീണ്ടും എനിക്ക് പേഴ്സണലി തോന്നിയതുമായിട്ടുള്ള ഒരു 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 സെഷനാണ് ഫോർഗീവ്നെസ്. പിന്നെ ഈ ഫോർഗീവ്നെസ്സിന് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾക്ക് ഹീൽ ചെയ്ത് നമ്മുടെ ഉള്ളിൽ നിന്ന് പോകുന്ന ഒരു കാര്യമാണ് ഫോർഗീവ്നെസ്സിൽ വരുന്നത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഹോപ്നോപ്നോയില് ഫോർഗീവ്നെസ്സിൽ ഇതിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ വിചാരിച്ചത് നമ്മൾ വീക്കെൻഡിൽ ഒരു സെഷൻ ഇതിന് വേണ്ടി പേഴ്സണലായിട്ട് ചെയ്യാമെന്നുള്ള രീതിയിൽ തന്നെയാണ്. അപ്പോൾ ഇന്ന് അതിന് നമ്മൾ സെലക്ട് ചെയ്ത ദിവസം തന്നെയാണ്, അല്ലേ? എന്താണ് ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മളുടെ ഉള്ളിലുള്ള കുറച്ച് ഇമോഷൻസിനെ ബേസ് ചെയ്തിട്ട് ഒരു 4 ഇമോഷൻസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ഇമോഷൻസ് ഞാൻ സംസാരിച്ചവരിൽ ഏറ്റവും കൂടുതലും ഈ ഇമോഷൻസ് വന്നതുകൊണ്ട് തന്നെ ആ ഇമോഷനാണ് ഞാൻ ടോപ്പ് പ്രയോറിറ്റി കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ടോപ്പ് പ്രയോറിറ്റി കൊടുത്ത ഈ 4 ഇമോഷൻസിന് വേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞു, കാരണം ഒരു ഇമോഷനാണ് അറ്റ് എ ടൈം നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. 4ഉം കൂടെ നമുക്ക് ഒരുമിച്ച് എടുക്കുക എന്നുള്ളത് ഫോർഗിവ്നെസ്സിൽ അത് അങ്ങനെ യൂസ് ചെയ്യാറില്ല. അപ്പൊ നമ്മൾ ഈ 4 ഇമോഷൻസും കൂടെ ഒരുമിച്ചല്ല, 4 ഇമോഷൻസ് സെപ്പറേറ്റ് ആയിട്ടാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അത് എത്രത്തോളം യൂസ്ഫുൾ ആകും എന്നുള്ളത് നമുക്ക് നോക്കാം. എത്രത്തോളം റിലാക്സേഷൻ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതും ഫീൽ ചെയ്യും നിങ്ങൾക്ക് ഇത് കഴിയുമ്പോൾ. കാരണം ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ തന്നെ ആയിരിക്കും. അപ്പൊ നമുക്കിനി വൈകിക്കണ്ട, അല്ലെ? തുടങ്ങാം. ഇവിടെ നമ്മൾ ഈ സെഷൻ ചെയ്യുമ്പോൾ, അതായത് ഹീലിംഗ് സെഷൻ ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കൂടെ പ്ലേ ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഏറ്റവും ഹൈ ഫ്രീക്വൻസി ഉള്ള 4 ഫ്രേസസ് ആണല്ലോ ഉപയോഗിക്കുന്നത്. ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഇതിന് ഈ 4 ഹൈ ഫ്രീക്വൻസി ഉള്ള ഈ സ്റ്റേറ്റ്മെന്റ്സ് ഉപയോഗിക്കുന്നത് കൊണ്ട് മാത്രമല്ല, ഇതിനോട് ചേർന്ന് തന്നെ അത്രയും തന്നെ ഫ്രീക്വൻസി ഹൈ ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കൂടെ നമ്മൾ ഈ ഒരു ഹീലിംഗ് പർപ്പസിന് യൂസ് ചെയ്യുന്നുണ്ട്. അതിനർത്ഥം കുറച്ചുകൂടെ നമ്മൾക്ക് ഉള്ളിലേക്ക് ഇത് എടുത്ത് നമുക്ക് ഹീലിംഗ് പവർ കൂട്ടി നമുക്ക് അത്രയും പീസ്ഫുൾ കാം റിലാക്സേഷൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കി തരിക എന്നാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ അത് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെ? ഞാനിവിടെ ഹീലിംഗ് മ്യൂസിക് പ്ലേ ചെയ്യാം. കേൾക്കുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് പറയണേ. അല്ല, ഞാൻ ഓൺ ആക്കിയിട്ടില്ല, ഓൺ ആവുന്നേ ഉള്ളൂ. ഇപ്പം വരും. ഓക്കെ,
കേൾക്കുന്നുണ്ടോ? മ്യൂസിക് കേൾക്കാമോ? ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഒരു കാമായിട്ടുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ് ഇരിക്കുന്നതെന്ന് ഞാൻ കരുതുന്നു. അപ്പൊ നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഒരു ഹേർട്ടാണ്, ഒരു വേദനയാണ് അല്ലെ? ഒരു ഹേർട്ട്, അതായത് നമ്മൾ 4 ഇമോഷൻസ് ആണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമ്മൾ എടുക്കുന്നത് ഹേർട്ടാണ്, രണ്ടാമത് നമ്മൾ എടുക്കുന്നത് ആങ്കർ ആണ്, ദേഷ്യം, കോപം. മൂന്നാമത് നമ്മൾ എടുക്കുന്നത് ഫിയർ ആണ്, ഭയം. ആൻഡ് നാലാമത് എടുക്കുന്നത് റിജക്ഷൻ ആണ്, നമ്മളെ മാറ്റി റിജക്ട് ചെയ്ത ആ ഒരു 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 നമ്മളോടുള്ള ഒരു റിജക്ഷൻ ഫേസ് ആണ് നമ്മൾ ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ അഞ്ചാമത്തത് നമ്മൾ എടുത്തിരിക്കുന്നത് ലോൺലിനെസ് ആണ്, ഒറ്റപ്പെട്ട അവസ്ഥയാണ്. ഈ 5 ഇമോഷനാണ് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത്. ഈ 5 ഇമോഷൻ ഓക്കെ ആണോ? ഈ 5 ഇമോഷൻ ഓക്കെ ആണെങ്കിൽ നമുക്ക് ഫസ്റ്റിൽ തുടങ്ങാം. സോറി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ഹേർട്ടിൽ നിന്നാണ് തുടങ്ങുന്നത്. ശ്വാസം ഒക്കെ ഒരു ഡീപ് ബ്രെത്ത് എടുത്തിട്ട് തുടങ്ങണം. നെഞ്ചിൽ, എന്നെ കാണാമോ എന്നറിയില്ല, നെഞ്ചിൽ കൈ വയ്ക്കുക. നെഞ്ചിൽ കൈ വെച്ചിട്ട് കണ്ണുകൾ അടയ്ക്കുക. കണ്ണുകൾ അടച്ചിട്ട് ഞാൻ പറയുന്നത് ഇനി ഏറ്റു പറയുകയാണ് വേണ്ടത്. ഓക്കെ, ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ ഓഫ് ചെയ്യാണ്. ഓക്കെ, എന്നെ കേൾക്കാമോ? സൗണ്ട്, എൻ്റെ സൗണ്ടും മ്യൂസിക്കും ഓക്കെ, രണ്ടും ഓക്കെ ആയിട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം. രണ്ടും ഓക്കെ ആണോ? ഓക്കെ, എന്നാൽ ഞാൻ തുടങ്ങുകയാണ്. നെഞ്ചിൽ കൈവയ്ക്കുക, കണ്ണുകൾ അടയ്ക്കുക. ഞാൻ പറയുന്നത് ഏറ്റു പറയുക. എൻ്റെ ഉള്ളിലെ ഈ വേദന എൻ്റെ പഴയ ഒരുപാട് ഓർമ്മകളുടെ പ്രതിഫലനം മാത്രമാണ് എന്ന് ഞാൻ അറിയുന്നു. ആ പ്രതിഫലനമാണ് എൻ്റെ ഈ വേദന കൂട്ടുന്നതെന്നും ആ വേദന എന്നെ ഇപ്പോഴുള്ള ഓരോ ഇൻസിഡന്റിലും താങ്ങാൻ കഴിയാത്തത്ര വേദന എന്നിൽ ഉണ്ടാക്കുന്നു. ആ ഉണ്ടാക്കുന്നതിൻ്റെ 100% ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു. എൻ്റെ ഉള്ളിലെ ഈ വേദന, ഈ അവസരം എനിക്ക് സുഖപ്പെടുത്താൻ മാത്രം തന്നതാണ് ഞാൻ അറിയുന്നു. ഈ വേദന നിരന്തരം വരുന്നത് കൊണ്ട് തന്നെ
അത് സുഖപ്പെടുത്താനുള്ള, എൻ്റെ ശരീരത്തെ ഫ്രീ ആക്കാനുള്ള, റിലീസ് ചെയ്യാനുള്ള അവസരം ഞാൻ ഉണ്ടാക്കിയതിൻ്റെ 100% ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു. എൻ്റെ ആത്മാവിൻ്റെ സമാധാനം ഞാൻ തിരഞ്ഞെടുക്കുന്നു. എൻ്റെ ആത്മാവിൻ്റെ സമാധാനം ഞാൻ ഉത്തരവാദിത്തത്തോടെ ഏറ്റെടുക്കുന്നു. ആ 100% ഉത്തരവാദിത്തം എൻ്റേതാണ്. എൻ്റെ ഉള്ളിൽ ഞാൻ അനുഭവിക്കുന്ന ഈ വേദനയ്ക്ക് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഐ എം സോറി. എന്നെ തന്നെ വേദനിപ്പിച്ചതിനും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാരം കൂട്ടിയതിനും അതെൻ്റെ ഉള്ളിൽ തന്നെ സൂക്ഷിച്ചതിനും ഈ വേദന കൊണ്ടു നടക്കുന്നതിനും ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഐ എം സോറി. എൻ്റെ പ്രതികരണങ്ങൾ ഈ വേദന കൂട്ടിയതിലും ക്ഷമ പലപ്പോഴും ഇല്ലാതെ എൻ്റെ ഈ വേദന കൂട്ടാൻ എൻ്റെ പ്രതികരണങ്ങൾക്കും എൻ്റെ പ്രവൃത്തികളും കാരണമായതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഐ എം സോറി. ഇത്രയും കാലം ഈ വേദന കൊണ്ടു നടന്നതിന് പ്ലീസ് ഫോർഗീവ് മീ. എന്നെ തന്നെ സ്നേഹിക്കാതിരുന്നതിന് പ്ലീസ് ഫോർഗീവ് മീ. ഈ സമാധാനം ആഗ്രഹിക്കുന്നുണ്ടായിരുന്നെങ്കിലും അതിനുവേണ്ടി പ്രവർത്തിക്കാതിരുന്നതിന് പ്ലീസ് ഫോർഗീവ് മീ. ഈ വേദനയെ എനിക്ക് കാണിച്ചു തന്നതിന്, ഞാൻ തിരിച്ചറിയുന്നതിന്, ഞാൻ ആ വേദനയെ മനസ്സിലാക്കുന്നതിന് താങ്ക് യു. അതിനെ പൂർണ്ണമായി റിലീസ് ചെയ്യാൻ ഉള്ള ധൈര്യം എൻ്റെ ഉള്ളിൽ തന്നതിന്, എൻ്റെ ഉള്ളിലെ ഈ ധൈര്യത്തിന് താങ്ക് യു. ഒന്നിലും തളർന്നു പോകാതെ വീണ്ടും വീണ്ടും ഉയരാനുള്ള എൻ്റെ ഉള്ളിലെ ആ മനസ്സിന്, ആത്മവിശ്വാസത്തിന്, ആത്മധൈര്യത്തിന്, എന്നെ വീണ്ടും വീണ്ടും മോട്ടിവേറ്റ് ചെയ്യുന്നതിന് താങ്ക് യു. എൻ്റെ ഹൃദയത്തിന് ഒരുപാട് വേദനകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പോലും എൻ്റെ കൂടെ ഈ നിമിഷവും എന്നെ അതിജീവിപ്പിച്ച് നിലനിർത്തുന്ന എൻ്റെ ഹൃദയമേ, നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു. ഐ ലവ് യു.
ചെറുപ്പം മുതലുള്ള വേദനിക്കുന്ന ഓർമ്മകളെ എനിക്കിപ്പോൾ മനസ്സിലാക്കുന്നു. അതെല്ലാം ആ ചെറുപ്പത്തില് എനിക്ക് ചെയ്യാനും എനിക്ക് തിരിച്ചറിവില്ലാത്ത പ്രായത്തിലും സംഭവിച്ചത് മാത്രമാണെന്ന് ഞാനിന്ന് വളർന്നു വലുതായി തരണം ചെയ്യാനുള്ള ശക്തിയുള്ള ആളായാണ് നിൽക്കുന്നത്. പക്ഷെ ഇന്നും എന്നെ കരുതലോടെ കൊണ്ടു നടക്കുന്ന ആ ബാല്യകാല ഓർമ്മകളെ നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു. എല്ലാ തിരിച്ചറിവുകളോടുകൂടി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഒരു ചെറു കുഞ്ഞിനെന്ന പോലെ നിന്റെ കൂടെ ഞാനുണ്ട്. ഐ ലവ് യു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഇന്നു മുതൽ ഞാൻ സമാധാനം തിരഞ്ഞെടുക്കുകയാണ്. ഈ സമാധാനത്തിൽ ഞാൻ അലിഞ്ഞു ചേരുകയാണ്. എൻ്റെ ശരീരത്തെ, എൻ്റെ മനസ്സിനെ, എൻ്റെ ആത്മാവിനെ ഞാൻ ശുദ്ധീകരിക്കുകയാണ്. ഞാൻ സമാധാനത്തിലാണ്. I love you. I'm sorry. Please forgive me. Thank you. I love you. I'm sorry. Please forgive me. Thank you. I love you. I'm sorry. Please forgive me. Thank you. I love you. മൂക്കിലൂടെ ശ്വാസം എടുക്കുക. തുറന്ന് ശ്വാസം പുറത്തേക്ക് കളയാം. മൂക്കിലൂടെ ഒന്നുകൂടെ ശ്വാസം എടുക്കാം. തുറന്ന് ശ്വാസം പുറത്തേക്ക് കളയാം. മൂക്കിലൂടെ ശ്വാസം എടുക്കുക. തുറന്ന് ശ്വാസം പുറത്തേക്ക് കളയാം. കണ്ണുകൾ തുറക്കാം. ഓക്കെ, ഇപ്പൊ എന്ത് ഫീൽ ചെയ്യുന്നു? Any response? സമാധാനം തോന്നുന്നു. താങ്ക് യു ദീപ്തി. ഓക്കെ, നമുക്കിനി അടുത്ത ഫീലിലേക്ക് പോവാം. ഏത് ഫീല് വേണം? അതായത് ദേഷ്യം, ഫിയർ, റിജക്ഷൻ, ലോൺലിനെസ്. പിന്നെ ലോൺലിനെസ്, ഇത്രയും ഇതിനകത്ത് ഏതെങ്കിലും ഇനി അടുത്തത് ഫസ്റ്റ് വേണമെന്ന് തോന്നുന്നുണ്ടോ? എന്തെങ്കിലും പറയാം.
ഫിയർ. ഓക്കെ, അപ്പൊ ഫിയറിനാണ് ദീപ്തി. ഇവിടെ ആരും ഇല്ല, ദീപ്തിയേ ഉള്ളൂ. അപ്പോൾ ദീപ്തിയുടെ ഒരു സജഷൻ അനുസരിച്ചിട്ട് ഫിയർ ആണ് ഇനി അടുത്തത് പറയാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ലേറ്റ് ആക്കുന്നില്ല. ആദ്യം മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഓക്കെ, മ്യൂസിക് ഓൺ ആക്കാം. നെഞ്ചിൽ കൈവയ്ക്കുക, കണ്ണുകൾ അടയ്ക്കുക. ഇനി ഞാൻ പറയുന്നത് ഏറ്റു പറയുക. എൻ്റെ മനസ്സിലുള്ള എൻ്റെ ഈ ദേഷ്യം, എൻ്റെ ഉള്ളിലെ പരിഹരിക്കപ്പെടാത്ത ഏതൊക്കെയോ വികാരങ്ങളുടെ ശബ്ദമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിൻ്റെ 100% ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു. എൻ്റെ മനസ്സമാധാനം നഷ്ടമാക്കുന്ന ഈ ദേഷ്യം എൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുന്നതിന് ഞാൻ 100% ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു. ഈ ദേഷ്യത്തെ ഞാൻ പൂർണ്ണമായും എന്നിൽ നിന്നും വിട്ടുകളയാൻ 100% തയ്യാറാണ്. ആ വിട്ടുകളയേണ്ടതിൻ്റെ 100% ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു. എൻ്റെ ഉള്ളിലെ ഈ ദേഷ്യത്തിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഐ എം സോറി. ഈ ദേഷ്യം മൂലം ഞാൻ പറഞ്ഞതോ ചെയ്തതോ ആയ കടുപ്പമുള്ള കാര്യങ്ങൾക്ക് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഐ എം സോറി. എൻ്റെ ശരീരത്തെയും മനസ്സിനെയും വേദനിപ്പിച്ചതിനും ചൂടാക്കിയതിനും ദേഷ്യം പിടിപ്പിച്ചതിനും ഒക്കെ ഞാൻ ക്ഷമ ചോദിക്കുന്നു. പ്ലീസ്, ഐ എം സോറി. സമാധാനത്തിന് പകരം ദേഷ്യമാണ് പലപ്പോഴും ഞാൻ തിരഞ്ഞെടുത്തത്. അതെന്നെ തന്നെ വീണ്ടും വീണ്ടും സമാധാനക്കേടിലേക്കും ചിന്തിക്കാൻ അരുതാത്തതും ചിന്തിപ്പിക്കുകയും ചെയ്തതിന് പ്ലീസ് ഫോർഗിവ് മീ. ഈ ദേഷ്യം എന്നെ ഈ ലൂപ്പിലേക്ക് വീണ്ടും വീണ്ടും തള്ളിയിടുന്നതാണ് എന്ന് ഞാൻ അറിയുന്നുണ്ട്. ഈ ലൂപ്പിലേക്ക് വീണു പോകുന്നതിന് പ്ലീസ് ഫോർഗിവ് മീ. ദേഷ്യം മൂലം എനിക്കുണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും എൻ്റെ ശരീരവും എൻ്റെ ഹൃദയവും എൻ്റെ ഓരോ അവയവങ്ങളും ആ ബ്ലോക്ക് സഹിക്കുന്നുണ്ട്. എൻ്റെ ഹൃദയം അത് സഹിക്കുന്നുണ്ട്. എൻ്റെ ശ്വാസകോശം അത് സഹിക്കുന്നുണ്ട്. എൻ്റെ ബുദ്ധി അത് സഹിക്കുന്നുണ്ട്. എൻ്റെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളും ഞാൻ ബുദ്ധിമുട്ടിക്കുക തന്നെയാണ്
എന്ന് ഞാൻ മനസ്സിലാക്കുന്നു, എന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഈ വേദനിപ്പിച്ചതിനൊക്കെ, ഈ സ്റ്റക്കാക്കിയതിനൊക്കെ പ്ലീസ് ഫോർഗിവ് മീ. ഈ ദേഷ്യം എനിക്കെൻ്റെ പരിമിതികളെ തിരിച്ചറിയാൻ സഹായിച്ചിട്ടുണ്ട്. ആ തിരിച്ചറിവിന് താങ്ക് യു. ഈ കോപം മാറ്റി, ഈ കോപത്തിന് പകരം സമാധാനം തിരഞ്ഞെടുക്കാൻ എനിക്ക് അവസരം തന്നതിന് താങ്ക് യു. ഞാൻ എന്നെ തന്നെ കുറച്ച് കണ്ടതുകൊണ്ടാണ് എൻ്റെ ശക്തിയെ ഞാൻ തിരിച്ചറിയാതിരുന്നത്. പക്ഷെ എൻ്റെ ഉള്ളിലെ ശക്തി എത്രത്തോളം ഉണ്ടെന്ന് ഈ ഓരോ നിമിഷവും ഞാൻ തിരിച്ചറിയുന്നു. എൻ്റെ ഉള്ളിലെ ശക്തി എനിക്ക് സമാധാനം കാണിച്ചു തന്നുകൊണ്ടേയിരിക്കുന്നു. ഈ സമാധാനം ഞാൻ എന്നും ആഗ്രഹിച്ചതാണ്. ഈ സമാധാനത്തിലേക്കുള്ള യാത്രയിലാണ് ഞാൻ. ഈ സമാധാനത്തെ ഞാൻ തിരഞ്ഞെടുക്കുന്നു. താങ്ക് യു. എൻ്റെ ഉള്ളിലെ സമാധാനത്തെ കാണിച്ചു തന്നതിന്, എൻ്റെ ഉള്ളിൽ തന്നെയുള്ള ആ ശക്തിയെ കാണിച്ചു തന്നതിന്, എൻ്റെ ഉള്ളിൽ തന്നെയുള്ള ആ ശാന്തത കാണിച്ചു തന്നതിന് താങ്ക് യു. ദേഷ്യം വന്നാൽ കൂടിയും ഞാൻ എന്ത് ചെയ്യണമെന്ന ഒരാലോചനയിൽ നിർത്തി ഞാൻ പൊട്ടിത്തെറിക്കുന്നുണ്ടെങ്കിൽ കൂടിയും തിരിച്ചറിവോടുകൂടി എനിക്ക് വീണ്ടും വരാൻ സാധിക്കുന്ന എൻ്റെ ശരീരമേ, എന്നെ സ്നേഹിക്കുന്ന, എൻ്റെ കൂടെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ശരീരമേ, നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു. എന്നെ വീണ്ടും വീണ്ടും സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ മനസ്സിന്, എൻ്റെ ആത്മാവിന് താങ്ക് യു. ഐ ലവ് യു. ഇന്നീ നിമിഷം ഞാൻ തിരിച്ചറിയുന്ന മനസ്സമാധാനത്തെ എൻ്റെ ശരീരം പൂർണ്ണമായി ഉൾക്കൊള്ളുകയാണ്. ഈ സമാധാനത്തിൻ്റെ വെളിച്ചം എൻ്റെ ശരീരത്തിലൂടെ ഒഴുകുന്നത് ഞാൻ അറിയുന്നു. എൻ്റെ എല്ലാ ദേഷ്യവും എൻ്റെ മനസ്സിൽ നിന്നും ഒരു പുക പോലെ പുറത്തേക്ക് പോകുന്നതായി ഞാൻ ഫീൽ ചെയ്യുന്നു. എന്നെ തന്നെയുള്ള, എന്നോടുള്ള ദേഷ്യമാണ് ഞാൻ പലപ്പോഴും മറ്റുള്ളവരോട് കാണിക്കുന്നത്. ഐ എം സോറി. പ്രതീക്ഷകൾ മറ്റുള്ളവരിലുള്ള പ്രതീക്ഷകൾ എന്നിലുള്ള പ്രതീക്ഷകളെക്കാൾ കൂടുതൽ വെച്ചതിന് പ്ലീസ് ഫോർഗിവ് മീ. എൻ്റെ ചുറ്റിനുമുള്ള ആര് എങ്ങനെ പ്രതികരിച്ചാലും ഞാൻ എങ്ങനെ പ്രതികരിക്കണമെന്ന്
തീരുമാനമെടുക്കേണ്ടത് ഞാനാണ്. ആ ഉത്തരവാദിത്വം തിരിച്ചറിയിപ്പിച്ചു തന്നതിന് താങ്ക് യു. ഈ നിമിഷം എൻ്റെ ഉള്ളിലുള്ള മനസമാധാനവും തിരിച്ചറിവുകളും നിറഞ്ഞ് എൻ്റെ ശരീരം ഒരു വെളിച്ചം നിറഞ്ഞ് സമാധാനത്തെ പുൽകിക്കൊണ്ട് ഈ ഓരോ നിമിഷവും ഞാൻ ആസ്വദിക്കുകയാണ്. I love you. I love you. I'm sorry. Please forgive me. Thank you. I love you. I'm sorry. Please forgive me. Thank you. I love you. മൂക്കിലൂടെ ശ്വാസം എടുക്കുക. തുറന്ന് ശ്വാസം പുറത്തേക്ക് കളയാം. ഒന്നുകൂടെ മൂക്കിലൂടെ ശ്വാസം എടുക്കാം. തുറന്ന് ശ്വാസം പതുക്കെ പുറത്തേക്ക് കളയാം. ഒന്നുകൂടെ മൂക്കിലൂടെ ശ്വാസം എടുക്കുക. തുറന്ന് ശ്വാസം പതുക്കെ പുറത്തേക്ക് കളയാം. ഓക്കെ, എങ്ങനെയുണ്ട് ഇപ്പോൾ ഫീലിംഗ്? എനി റെസ്പോൺസ്? ബെറ്റർ. ഫിയർ എന്ത് തോന്നുന്നു? ഫിയർ ആണോ ബെറ്റർ ആയത്, അതോ ടോട്ടൽ മെന്റൽ കപ്പാസിറ്റി ആണോ ബെറ്റർ ആയത്? എന്താണ് ബെറ്റർ ആയത്? അതെ, ദേഷ്യമല്ല, ഫിയർ ആണ് ചെയ്യുന്നത്. മെന്റൽ നമ്മൾ ദേഷ്യമാണ് ചെയ്തത്, ഫിയർ അല്ല അല്ലേ? ദേഷ്യമാണ് ചെയ്തത്. നമ്മളിനി ചെയ്യേണ്ടത് ഫിയർ ആണ്. സോറി. അപ്പൊ ഫിയർ നമുക്കിനി ലാസ്റ്റ് ഫിയറും കൂടെ ചെയ്തിട്ട് നിർത്താമല്ലോ അല്ലേ? ഓക്കെ, നമുക്ക് ലേറ്റ് ആവുന്നുണ്ട് സമയം. ഓക്കെ, നമുക്കിനി ഫിയറും കൂടെ ചെയ്തിട്ട് ലാസ്റ്റ് നിർത്താൻ. ബാക്കിയുള്ളത് നമുക്ക് നെക്സ്റ്റ് വീക്കിലോ എപ്പോഴെങ്കിലും നമുക്കൊരു ടൈം വെച്ചിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ചെയ്യാം. ഇനി ഒരു ലാസ്റ്റ് ഒരു ഫിയറും കൂടെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് എന്താണ്, ഒരു സോറി, ദേഷ്യത്തിനുള്ളത് ചെയ്തു, ഹേർട്ടിനുള്ളത് ചെയ്തു, ഇനിയുള്ളത് ഫിയറിനുള്ളതാണ്. അതും കൂടെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഒരു മേജർ ആയിട്ടുള്ള 3 ഇമോഷന് വേണ്ടിയിട്ടുള്ളത് നമ്മൾ ഓൾറെഡി ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ അതുകൂടെ കഴിഞ്ഞ് ചെയ്യുവാണ്, നമ്മൾ കംപ്ലീറ്റ് ചെയ്യുവാണ്. ഇപ്പം ലേറ്റാണ്, അതുകൊണ്ടാണ്. ഇനി എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സജഷൻ ഉണ്ടെങ്കിൽ പിന്നീട് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പം നമുക്കിനി ലാസ്റ്റ് ഫിയറിനുള്ളതും കൂടെ ചെയ്തിട്ട് നിർത്താം. ഓക്കെ, നെഞ്ചിൽ കൈവയ്ക്കുക, കണ്ണടയ്ക്കുക. ഞാൻ പറയുന്നത് ഏറ്റു പറയുക കേട്ടോ. എൻ്റെ ഉള്ളിലെ ഭയം
എന്നിലെ പഴയ ഒരുപാട് ഓർമ്മകളിൽ നിന്ന് വന്നതാണെന്നും ഞാൻ തിരിച്ചറിയുന്നു. അതിൻ്റെ 100% ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു. എന്തിലും എന്നെ ഭയപ്പെടുത്തുന്ന ഈ മനസ്സിൻ്റെ ഭയമുണ്ടാക്കുന്ന ഈ മനസ്സിൻ്റെ 100% ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു. ഈ ഭയത്തെ മാറ്റി സുഖപ്പെടുത്താൻ തെളിഞ്ഞ ബുദ്ധിയോടെ എല്ലാം കാണാനും തീരുമാനങ്ങൾ എടുക്കാനും ഞാൻ തയ്യാറാണ്. അതിൻ്റെ 100% ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു. എൻ്റെ ഉള്ളിലെ ഈ ഭയത്തെ ഉണ്ടാക്കിയതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഐ എം സോറി. എന്തിലും എന്നിലെ ഒരു വിശ്വാസക്കുറവ് എന്നിലെ ഭയത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്. മറ്റുള്ളവരിലെ വിശ്വാസക്കുറവ് എന്നിൽ ഭയമുണ്ടാക്കിയിട്ടുണ്ട്. ഒരു സുരക്ഷിതത്വം പലപ്പോഴും എനിക്ക് തോന്നിയിട്ടില്ല. ഈ ഭയം അതിനൊക്കെ കാരണമായിട്ടുണ്ട്. ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഐ എം സോറി. എന്ത് ചെയ്യുമ്പോഴും എന്നെ തടസ്സപ്പെടുത്തുന്നത് എന്നിലെ ഈ ഭയമാണ്. മറ്റുള്ളവരിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവനവൻ്റെ കഴിവിൽ വിശ്വാസമില്ലായ്മ കൊണ്ടും ഈ ഭയം എന്നിൽ കൂടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. പലപ്പോഴും എന്നിലെ വിശ്വാസക്കുറവ് കൊണ്ട് ഈ ഭയം എന്നെ കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. ആ ഭയത്തെ ഞാൻ ഉള്ളിൽ കൊണ്ടു നടന്നതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഐ എം സോറി. ഈ ഭയത്തെ പലപ്പോഴും ഞാൻ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. എന്നിലെ ശക്തിയെ വിശ്വസിക്കാതെ, എന്നിലെ കഴിവുകളെ വിശ്വസിക്കാതെ ഈ ഭയത്തെ ഞാൻ ശക്തിപ്പെടുത്തി എന്നെ തന്നെ ചെറുതാക്കിയതിന് പ്ലീസ് ഫോർഗീവ് മീ. എൻ്റെ തന്നെ കഴിവുകളെ, എൻ്റെ തന്നെ ശക്തിയെ, എന്നെ തന്നെ സംശയിച്ചതിന് പ്ലീസ് ഫോർഗീവ് മീ. എന്നെ തന്നെ മറന്നതിന് പ്ലീസ് ഫോർഗീവ് മീ. എന്നാൽ ഈ നിമിഷം ഞാൻ തിരിച്ചറിയുന്നു എൻ്റെ ശക്തി എത്രത്തോളമുണ്ടെന്ന്.
ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് കടമ്പകൾ ഞാൻ താണ്ടി വന്നിട്ടുണ്ട്. ഈ നിമിഷം ഒരുപാട് തരണം ചെയ്തിട്ടാണ് നിൽക്കുന്നതെന്ന് തന്നെ ഞാൻ പലപ്പോഴും മറന്നു പോവുകയാണ്. പക്ഷെ ആ തിരിച്ചറിവ് തന്നതിന്, ഈ നിമിഷം എന്നെ ഞാൻ അറിയുന്നതിന് താങ്ക് യു. എന്നെ തന്നെ എനിക്ക് ഹീൽ ചെയ്യാൻ പറ്റുന്നതിന് താങ്ക് യു. ഭാവിയിൽ ഞാൻ ആഗ്രഹിച്ച സ്ഥലത്ത് എത്താൻ, ആഗ്രഹിച്ച എന്നിലേക്ക് എത്താൻ എനിക്ക് സാധിക്കുമെന്ന് പൂർണ്ണ വിശ്വാസം വീണ്ടും വീണ്ടും എന്നിൽ ഉയർത്തുന്നതിന് താങ്ക് യു. ഭയപ്പെടുന്ന എൻ്റെ ഉള്ളിലെ ആ കുഞ്ഞു കുട്ടിയെ ഞാൻ നിന്നോട് പറയട്ടെ, നിനക്ക് ആ ഭയം വേണ്ട. കാരണം ഞാൻ ഇന്ന് വലുതായി. ഒരുപാട് പരീക്ഷണങ്ങളിലൂടെയും അനുഭവങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും ഒക്കെ കടന്നു വന്ന ആളാണ് ഈ ഞാൻ. ആ എനിക്ക് ഇനിയും ഏത് പ്രതിസന്ധി വന്നാലും, ഏത് ബുദ്ധിമുട്ട് വന്നാലും ഈസിയായി തരണം ചെയ്യാൻ സാധിക്കും. എൻ്റെ കണ്ണുകളിലും എൻ്റെ നെഞ്ചിലും ഞാനീ വലിക്കുന്ന ശ്വാസത്തിലും ആ ആത്മധൈര്യമുണ്ട്. ഈ എന്നെ ഞാൻ സ്നേഹിക്കുന്നു. ശക്തമായി ഇടിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ഹൃദയമേ, എൻ്റെ മൂക്കിലൂടെ ഒഴുകുന്ന എൻ്റെ ശ്വാസമേ, എന്നെ നേർവഴിക്ക് നടത്തുന്ന എൻ്റെ ബുദ്ധിയെ, എൻ്റെ ശരീരത്തെ, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. ഐ ലവ് യു. എല്ലാ സപ്പോർട്ടിനും, എൻ്റെ കൂടെ നിൽക്കുന്നതിനും ഒരുപാട് നന്ദി. ഒരുപാട് സ്നേഹം മാത്രം. നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു. ഐ ലവ് യു. നിനക്ക് എന്നോടുള്ള വിശ്വാസം, ആ ധൈര്യം ഞാനത് കാത്തു സൂക്ഷിക്കും. അതെ, എനിക്ക് നേരിടാൻ സാധിക്കാത്തതായി ഒന്നുമില്ല. ഈ പ്രപഞ്ചശക്തി എൻ്റെ കൂടെയുണ്ട്. എൻ്റെ ശരീരം എൻ്റെ കൂടെയുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്നത് നേടാൻ എനിക്കറിയാം. ഐ ലവ് യു. നിന്നെ ഞാൻ സംശയത്തോടെ കണ്ടതിന് ഐ എം സോറി. പ്ലീസ് ഫോർഗീവ് മീ. താങ്ക് യു. ആൻഡ് ഐ ലവ് യു. ഐ എം സോറി. പ്ലീസ് ഫോർഗീവ് മീ. താങ്ക് യു. ഐ ലവ് യു. ഐ എം സോറി. Please forgive me. Thank you.
ഐ ലവ് യു. മൂക്കിലൂടെ ശ്വാസം വലിക്കാം. തുറന്ന് ശ്വാസം പുറത്തേക്ക് കളയാം. മൂക്കിലൂടെ ശ്വാസം ഒന്നുകൂടെ എടുക്കാം. തുറന്ന് ശ്വാസം പുറത്തേക്ക് കളയാം. മൂക്കിലൂടെ ശ്വാസം ഒന്നുകൂടെ വലിക്കാം. തുറന്ന് ശ്വാസം പുറത്തേക്ക് കളയാം. പതുക്കെ കണ്ണുകൾ തുറക്കാം. ഓക്കെ, ഇപ്പൊ എങ്ങനെ തോന്നുന്നു? മൊത്തത്തിൽ റിലീഫ് ഉണ്ട് അല്ലേ? ഒരു സമാധാനം ഫീൽ ചെയ്യുന്നില്ല? ഇപ്പൊ ഒരു നമ്മൾ മൊത്തം മെന്റൽ കപ്പാസിറ്റിന്റെ ഒരു ഇന്റൻസിറ്റി കൊടുത്താൽ എത്ര കൊടുക്കാൻ പറ്റും? ഒരു 0 to 10 എത്ര കൊടുക്കാൻ പറ്റും? 6. അപ്പൊ അത്രയും കുറഞ്ഞു. അപ്പൊ എത്ര ഉണ്ടായിരുന്നു ആദ്യം? ഫുള്ളായിരുന്നു. ഓക്കെ, ഇത് ശരിക്ക് ചെയ്യാൻ പറ്റുമോ ദീപ്തിക്ക്? ശരിക്കും ചെയ്യാൻ പറ്റും? നല്ല കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് തന്നെയല്ലേ ചെയ്തത്? ഓക്കെ, അപ്പോൾ ഇനി ഇതിപ്പോൾ റെക്കോർഡിംഗ് ആണ്. പിന്നെ ഒന്നുകൂടെ എല്ലാവരും ഇപ്പോൾ കാണുന്ന ഓരോരുത്തരും ഇതൊരു സേഫായിട്ട് എടുത്തു വെക്കുക. ഈ റെക്കോർഡിങ് ഇത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കേൾക്കാം. എപ്പോഴൊക്കെ നമ്മൾ മനസ്സുകൊണ്ട് ലോ ആവുന്നു, അല്ലെങ്കിൽ ഇതൊരു പ്രാക്ടീസ് പോലെ ഇതിന് മനസ്സ് ലോ ആവുമോ ഇതൊന്നും ശ്രദ്ധിക്കേണ്ട. എപ്പോൾ വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, ഇനി ഇതിൻ്റെ വേറൊരു വേർഷൻ ഉണ്ട്. ഈ വേർഷൻ നമുക്ക് അടുത്ത ആഴ്ച ചെയ്യാം. ഇങ്ങനത്തെ ഇതല്ല, കുറച്ച് വേറൊരു രീതിയിലുള്ള ഒരു ഹീലിംഗ് പ്രോസസ്സ് ഉണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് വീക്കിൽ നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം. അപ്പോൾ കുറച്ചും കൂടെയൊക്കെ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഇതൊക്കെ നിങ്ങൾക്ക് റെക്കോർഡ് ആക്കി സൂക്ഷിച്ചു വെക്കാം കേട്ടോ. ഒരു ഫയല് പോലെ നിങ്ങൾക്ക് സൂക്ഷിച്ചു വെക്കാം. അത്രത്തോളം ഹെൽപ്ഫുൾ ആയിരിക്കും ഇതെല്ലാം. അപ്പോൾ ഇന്നത്തേക്ക് ഞാനിത് ഇവിടെ വെച്ചിട്ട് നിർത്തുകയാണ്. എന്തെങ്കിലുമൊക്കെ സജഷൻസും കാര്യങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ വോയിസ് ആയിട്ട് അയച്ചാലും മതി. നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ, പ്രത്യേകിച്ച് വീക്കെൻഡ് ഫീഡ്ബാക്കുകൾ ആകുമ്പോഴത്തേക്കും ഈ കഴിഞ്ഞ 14 ദിവസത്തോളം എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് നാളത്തേക്ക് അല്ലെങ്കിൽ ഇന്നത്തേക്കോ എപ്പോഴെങ്കിലും നിങ്ങൾ വോയിസ് ആയിട്ട് ഒന്ന് ഗ്രൂപ്പിൽ ഇടുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും റിലീഫ് ആയെന്ന് തന്നെ മനസ്സിൽ വിചാരിക്കട്ടെ. നിങ്ങളുടെ ഫീഡ്ബാക്കുകളും ഇന്നത്തെ ദിവസത്തെ ഫീഡ്ബാക്ക് കൂടാതെ 14 ദിവസത്തെ ഫീഡ്ബാക്കും എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് അറിയിക്കാം. ഓക്കെ, അപ്പോൾ ദീപ്തി എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ, അപ്പോൾ ഓക്കെ, എന്നാൽ നമുക്ക് ഇന്നത്തേക്ക് ഞാൻ നിർത്തുകയാണ്. ഓക്കെ ആയി, ഫീലിംഗ് ഒക്കെ കൺട്രോൾഡ് ആയി വരുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നു. ഓക്കെ, അപ്പോൾ സി യു ടുമോറോ. നമ്മൾ അടുത്ത ആഴ്ച തുടങ്ങുകയാണ്, നാളെ മുതൽ. ഏറ്റവും അതേ ഫീലിങ്സ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ അടുത്തത് നമ്മൾ അടുത്തടുത്ത ഓപ്ഷനിലേക്ക്, ഇനി തോട്ട്സ് ആൻഡ് ബിലീഫാണ് നമ്മൾ അടുത്ത ആഴ്ച ഫുള്ളും. വളരെ പവർഫുൾ ആയിട്ടുള്ള ടെക്നിക്സ് ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എല്ലാ ദിവസവും അറ്റൻഡ് ചെയ്യുക, എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുക. ഇനിയിപ്പോൾ നമുക്കിനി ലാസ്റ്റിന് 2 വീക്സും കൂടെ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത ആഴ്ചയും പിന്നത്തെ ആഴ്ച എന്നൊക്കെ പറഞ്ഞാൽ മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള കാര്യങ്ങളും കൊണ്ടാണ് ഇനി വരിക. സോ എല്ലാവരും വീഡിയോസൊക്കെ കാണുക. എല്ലാവരും പ്രാക്ടീസ് സെഷൻസ് ഒന്നും ഒരിക്കലും മുടക്കരുത്. പ്രാക്ടീസ് എല്ലാം കാര്യമായിട്ട് തന്നെ പോട്ടെ. എന്തുണ്ടെങ്കിലും സപ്പോർട്ടിന് ഞാൻ ഉണ്ടാവും. ഓക്കെ, താങ്ക് യു ആൻഡ് ടേക്ക് കെയർ. ബൈ, ഗുഡ് നൈറ്റ്. യു ഹാവ് ടു ബ്രേക്ക് ദ ലൂപ്പ്.